റൺവേ നിർമ്മാണത്തിന്റെ പേരിൽ കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ നീക്കമെന്ന ആരോപണം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തി. അടുത്തയാഴ്ച മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്താനാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെയും നീക്കം. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ റീകാർപ്പറ്റിംഗ് പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നതിലൂടെ വിമാനത്താവളത്തെ അടച്ചുപൂട്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെയും നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 8 രാവിലെ 11 മണിക്ക് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്യും. സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി മലബാറിലെ പ്രവാസി സാംസ്കാരിക സംഘടനകളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. ഏതാണ്ട് 70,000 കോടി വിദേശ നാണയമാണ് വർഷത്തിൽ കേരളത്തിൽ എത്തുന്നത്. അതിൻ്റെ 80% മലബാർ മേഖലയിൽ, ഏതാണ്ട് 37,000 കോടി 800 ലക്ഷത്തോളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിദേശ നാണയം എത്തുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ചെറുവിമാനങ്ങൾ സർവീസ് നടത്തുവാൻ എമിറേറ്റ്സ്, സൗദി എയർലൈൻസ് വിമാന കമ്പനികൾ രംഗത്ത് വന്നിരുന്നു. ഈ വിമാന കമ്പനികളുടെ കത്ത് പൂഴ്ത്തിവെച്ച മുൻ എയർപോർട്ട് ഡയറക്ടർ പീറ്റർ എബ്രഹാമിന്റെ നടപടിയെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, കോഴിക്കോട്.